ഹായ് മക്കളെ, കിഡ്മാക്സിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ സർക്കിൾ മെഷേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഒരു ആർക്ക് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ആർക്ക് എ ബി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ സർക്കിൾ. അതുപോലെ ഒരു ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ആർക്ക് എ ബി ഈക്വൽ ടു എത്ര പാർട്ട്, അതൊരു സർക്കിളിൻ്റെ എന്തുമാത്രം ഭാഗമുണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആർക്ക് എ ബി ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ ബൈ 360 പാർട്ട് ഓഫ് എ സർക്കിൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. ലെങ്ത് ഓഫ് ദ ആർക്ക് കാണാൻ നമ്മളൊരു ഫോർമുല കണ്ടു. എന്താണ്? L ഈക്വൽ ടു എക്സ് ബൈ 360 ഇൻറ്റു പെരിമീറ്റർ. അപ്പോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് വെച്ചാൽ 2πr ആണ്. അതുകൊണ്ട് നമുക്ക് ലെങ്ത് ഓഫ് ദ ആർക്ക് കാണാൻ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സ് ബൈ 360 ഇൻറ്റു 2πr എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. ഇത്രയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പേജ് 148 പ്രോബ്ലംസിലേക്ക് വരാണ്. പേജ് 148 മൊത്തം 5 ക്വസ്റ്റ്യൻ ആണുള്ളതിൽ. അതിൽ നമുക്ക് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ഈസ് 3π സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ? വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്? ലെങ്ത് ഓഫ് ദ ആർക്ക് അപ്പോൾ ഗിവൺ ആണ് അല്ലേ, 3π തന്നിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? സർക്കിളിൻ്റെ പെരിമീറ്ററും കാണണം, നമ്മൾ സർക്കിളിൻ്റെ റേഡിയസും കാണണം. അപ്പോൾ ഇത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ കാണാൻ ഒന്ന് നമുക്ക് വെറുതെ മെൻ്റൽ കാൽക്കുലേഷൻ ഉപയോഗിച്ച് മനസ്സിൽ മാത്രം കണക്കൂട്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഫോർമുല ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. ഇത് രണ്ടും മിസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചോദ്യത്തിനെ ഒന്നും കൂടി അനലൈസ് ചെയ്യാം. നമുക്കിങ്ങനെ അവരൊരു സർക്കിള് അവർ പറഞ്ഞേക്കണ ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ ഒരു ആർക്ക് സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി വരുന്ന ഒരു ആർക്ക്, അതിൻ്റെ ലെങ്ത്ത് തന്നിരിക്കുന്ന 3π ആണ്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൻ്റെ പെരിമീറ്റർ, അപ്പോൾ ഈ ഒരു പീസിൻ്റെ മാത്രം ലെങ്ത്താ തന്നിട്ടുള്ളൂ. അത് ഉപയോഗിച്ചിട്ട് നമ്മളോട് എന്താ ചോദിച്ചേക്കണേ? ഈ മൊത്തം സർക്കിളിൻ്റെ ചുറ്റളവ് എത്രയാണ്, പെരിമീറ്റർ എത്രയാണ്. അപ്പോൾ ഇതൊരു മെൻ്റൽ കാൽക്കുലേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും? നമ്മൾക്കറിയാം ഒരു സർക്കിളിൻ്റെ മൊത്തം സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സർക്കിളിൻ്റെ മൊത്തം ആംഗിൾ മെഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ആണ്. അപ്പോൾ ഇപ്പോൾ ഇവർ തന്നിരിക്കുന്നത് എത്രയാണ്? 40 ഡിഗ്രി ആണ് അല്ലേ സെൻട്രൽ ആംഗിൾ തന്നിരിക്കണേ. സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 360 ആകണമെങ്കിൽ ഈ സെൻട്രൽ ആംഗിളിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ 40നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 360 കിട്ടുമെന്ന് ആലോചിക്കുക. 40 ഇൻറ്റു ഏത് നമ്പർ ചെയ്താൽ അപ്പോൾ 36 എന്ന് വരണം. അപ്പോൾ 40 ഇൻറ്റു 9 അല്ലേ? 40 ഇൻറ്റു 9 ചെയ്ത് കഴിഞ്ഞാൽ 360 എന്ന് വരും. അപ്പോൾ 40 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 360 കിട്ടുമെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ഈ 3πനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അതായത് ഈ സർക്കിളിൻ്റെ 9 പീസിൽ ഒരു പീസാണ് 40 വരുന്നത്. അപ്പം 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 360 കിട്ടുമെങ്കിൽ നമ്മൾ ഈ ആർക്ക് ലെങ്ത്തിനെയും അതേപോലെ തന്നെ എന്ത് ചെയ്യുക? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് പെരിമീറ്റർ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 40 സെൻട്രൽ ആംഗിളിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 360 കിട്ടിയതെങ്കിൽ ആർക്ക് ലെങ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 27π സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് മെൻ്റൽ കാൽക്കുലേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന രീതി. ഇനി ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും. പക്ഷെ ചിലർക്ക് അത് ഈസി ആയിരിക്കില്ല. അവർക്ക് മെൻ്റൽ കാൽക്കുലേഷൻ കഴിഞ്ഞ് ഈസി ഫോർമുല വെച്ച് ചെയ്യുന്ന രീതിയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മിസ്സിന് പറയാൻ പോകുന്നത്. ഫോർമുല ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മളിതെങ്ങനെ ചെയ്യും? അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന എന്താ? നമുക്ക് തന്നിരിക്കുന്ന കാര്യം, നമ്മുടെ ഫോർമുല എന്താ? ലെങ്ത് ഓഫ് ദ ആർക്ക് ഈക്വൽ ടു L ഈക്വൽ ടു, അതായത് ലെങ്ത് ഓഫ് ദ ആർക്കിനെയാണ് നമ്മൾ L എന്ന് മാർക്ക് ചെയ്തേക്കണേ കേട്ടോ. L ഈക്വൽ ടു എക്സ് ബൈ 360 ഇൻറ്റു പി. നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ? L നമുക്കറിയാം 3π. ലെങ്ത് ഓഫ് ദ ആർക്ക് ഗിവൺ ആണ്. എക്സ് നമുക്ക് അതും തന്നിട്ടുണ്ട്. എത്രയാണ്? 40. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം എന്താ ഇവിടെ? പെരിമീറ്റർ ആണ് അറിഞ്ഞുകൂടാത്തത്. മതി, കുഴപ്പമില്ല. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട്, ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫോർമുല എഴുതാം. ലെങ്ത് ഓഫ് ദ ആർക്ക് ഈക്വൽ ടു എക്സ് ബൈ 360 ഇൻറ്റു പി. ഇത് ഓറാണ് കേട്ടോ. മറ്റേ രീതിയിൽ ചെയ്യാത്തവരാണ് ഈ രീതിയിൽ ചെയ്യേണ്ടതുള്ളൂ. 2 രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു രീതി കണ്ടെത്തി അത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ L ഈക്വൽ ടു എക്സ് ബൈ 360 ഇൻറ്റു പി നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഇവിടുത്തെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പെരിമീറ്റർ കാണാനാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്താക്കി മാറ്റണം? പി ഈക്വൽ ടു എന്നാക്കണം അല്ലേ?
സബ്ജക്റ്റ് ഓഫ് ദി ഇക്വേഷൻ നമുക്ക് പി ആക്കി മാറ്റണം. അപ്പോൾ പി ഈക്വൽ ടു എന്നാകുമ്പോൾ ഈ x/360 എവിടെ നിന്ന് എങ്ങോട്ട് പോകും? ഇപ്പുറത്തോട്ട് പോകത്തില്ലേ? ഈക്വൽ ടുവിൻ്റെ ഇങ്ങേപ്പുറത്തേക്ക് വരും. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? അത് നേരെ റിവേഴ്സായി വരും. അതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ? ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. L ഇൻറ്റു ഈ x/360 ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എന്തായി? 360/x എന്നായി മാറി. നമ്മളോട് പെരിമീറ്റർ അല്ലേ ശേഷിക്കണേ, നമുക്കറിയാവുന്നതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L നമുക്കറിയാം. L എത്രയാണ്? 3π ഇൻറ്റു 360/x എത്രയാണ്? 40. നമ്മൾ വെട്ടാം. 0 വെട്ടിപ്പോയി. 4ഉം 36ഉം തമ്മിൽ വെട്ടുമ്പോൾ 9 എന്ന് കിട്ടും. അതായത് 3π ഇൻറ്റു 9 വിച്ച് ഈസ് ഈക്വൽ ടു 27π സെൻറ്റിമീറ്റർ. കണ്ടോ? ഫോർമുല ഉപയോഗിച്ച് ചെയ്തപ്പോഴും മെൻ്റൽ കാൽക്കുലേഷൻ ഉപയോഗിച്ച് ചെയ്തപ്പോഴും ആൻസർ തന്നെയാണ് 27π. ആൻസർ മെത്തേഡ് പലതുണ്ടാവും കേട്ടോ, പക്ഷേ ആൻസർ എപ്പോഴും ഒന്നേ ഉണ്ടാവുള്ളൂ. അത് ഓർമ്മയുണ്ടാവണം. ഓക്കെ, അപ്പോൾ 27π എന്ന് കിട്ടി. അതുമാത്രമല്ലല്ലോ, അതിലൊരു ചോദ്യം കൂടി ഉണ്ട്. എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്? അപ്പോൾ ഇത് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ. ഇപ്പം നമ്മൾ ഈ സർക്കിളിൻ്റെ മൊത്തം ചുറ്റളവ് കണ്ടു. ഇനി എന്തും കൂടി കാണണം? നമ്മൾക്ക് അതിൻ്റെ റേഡിയസും കൂടി കാണണം. അപ്പോൾ നമുക്കിപ്പോൾ പെരിമീറ്റർ കയ്യിലുണ്ട്. പെരിമീറ്റർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് റേഡിയസ് കാണാമല്ലോ. പെരിമീറ്റർ ഈക്വൽ ടു നമുക്കിപ്പോൾ എന്താ കിട്ടിയേക്കണേ? പി ഈക്വൽ ടു 27π സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ? പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? 2πr. അപ്പോൾ 2πr ഈക്വൽ ടു 27π എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമ്മളിനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? 6 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഒരേ ടേം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് വെട്ടിക്കളയാം. പൈ പോയി. ഇപ്പം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? 2r ഈക്വൽ ടു 27. ദെർഫോർ r ഈക്വൽ ടു എന്ത് വരും? ഈ 2 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? പ്രൊഡക്റ്റ് ആയിരുന്നത് ഇൻറ്റു ആണെങ്കിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അതെന്താവും? ഡിവിഷൻ. അപ്പോൾ 27/2 ദാറ്റ് ഈസ് 13.5 സെൻറ്റിമീറ്റർ ആണ് എന്ത്? റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്ക് പെരിമീറ്ററും കിട്ടി, റേഡിയസും കിട്ടി. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ചോദിച്ച ചോദ്യം നമ്മൾ ആൻസർ അവസാനിപ്പിക്കുമ്പോൾ നമ്മളോട് ചോദിച്ച 2 കാര്യങ്ങളും ഒന്നും കൂടി എടുത്ത് എഴുതി അവസാനിപ്പിക്കുക. പെരിമീറ്റർ ഈക്വൽ ടു 27π സെൻറ്റിമീറ്റർ, റേഡിയസ് ഈക്വൽ ടു 13.5 സെൻറ്റിമീറ്റർ. കണ്ടോ? ഇതേപോലെ ആൻസർ അവസാനിപ്പിക്കുമ്പോൾ നമ്മളോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതിയിട്ട് നിർത്താം കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കണോ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ മക്കള്. ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി ഈസ് 4 സെൻറ്റിമീറ്റർ. 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ നമുക്ക് ആദ്യം നോക്കാം. ഇൻ ദ സെയിം സർക്കിൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി. ഒരു സർക്കിള് 25 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ളപ്പോൾ അതിൻ്റെ ലെങ്ത് ഓഫ് ദ ആർക്ക് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അതായത് നമ്മൾ മുമ്പേ വരച്ച പോലെ തന്നെ നമുക്കൊരു റഫ് ഫിഗർ ഇങ്ങനെ വരയ്ക്കാം. അതായത് ഇതിൽ 25 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള സമയത്ത് സർക്കിളിൻ്റെ ആർക്ക് ലെങ്ത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 4 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 75 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ളപ്പോൾ അതിൻ്റെ ആർക്ക് ലെങ്ത് എത്രയായിരിക്കും? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേപോലെ തന്നെ മെൻ്റൽ കാൽക്കുലേഷൻ ചെയ്യാനാണ് ഇവിടെ എളുപ്പം അല്ലേ? 25 ഡിഗ്രി സെൻട്രൽ ആംഗിള് ആർക്ക് ലെങ്ത് എത്ര വന്നു? 4 സെൻറ്റിമീറ്റർ. നമ്മളോട് ചോദിച്ചേക്കുന്ന എത്രയാ? സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ആകുമ്പോൾ ആർക്ക് ലെങ്ത് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ സെൻട്രൽ ആംഗിളിനെയും ഇതിനെയും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 25നെയും 75നെയും നമുക്ക് ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 25ൻ്റെ എത്രയെങ്കിലും പ്രൊഡക്റ്റ് ആണോ? 75 ആണ് അല്ലേ? എത്ര പ്രൊഡക്റ്റാ? 25 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75 കിട്ടും. അങ്ങനെയാണെങ്കിൽ 25നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെൻട്രൽ ആംഗിൾ 75 ആകുമെങ്കിൽ ആർക്ക് ലെങ്ത്തിനെയും നമ്മൾ അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. തൊട്ട് മുമ്പിലത്തെ കണക്കിൽ മിസ് പറഞ്ഞില്ലേ, നമുക്ക് ആംഗിളിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ആംഗിൾ 9 ടൈംസ് ഇരട്ടിപ്പിച്ചപ്പോൾ 360 കിട്ടിയെങ്കിൽ പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി? ആർക്ക് ലെങ്ത്തിനെയും അതേപോലെ തന്നെ 9 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ സെൻട്രൽ ആംഗിൾ 75 വരണമെങ്കിൽ നമ്മൾ 25 ഇൻറ്റു 3 ചെയ്താൽ മതിയെങ്കിൽ ആർക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നേരത്തെ
25 ആയിരുന്ന സമയത്ത് 4 സെൻറ്റിമീറ്റർ. എഗെയിൻ അടുത്ത 25 എടുക്കുമ്പോഴും ആർക്ക് ലെങ്ത് 4 സെൻറ്റിമീറ്റർ തന്നെയല്ലേ വരാൻ പോണേ. പിന്നെ ഇനി ഒരു 25 കൂടി എടുക്കുമ്പോഴും ആർക്ക് ലെങ്ത് എന്ത് തന്നെ വരും? 4 എന്ന് വരും. അതായത് ടോട്ടൽ പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആർക്ക് ലെങ്ത് എന്ന് വെച്ചാൽ എന്ത് വരും? 4 + 4 + 4, അതായത് 4 × 3 12. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഇത് ഇത്ര എടുക്കുമ്പോഴല്ലേ 75 ആകുന്നത്. അപ്പോൾ ആർക്ക് ലെങ്ത്തും അതേപോലെ തന്നെ 4 4 4 ചേർന്ന് വരുമ്പോൾ എന്ത് വരും? 12 എന്ന് വരും. 4 × 3. അപ്പോൾ ഇവിടെ സെൻട്രൽ ആംഗിൾ 75 ആണെങ്കിൽ ആർക്ക് ലെങ്ത് ഈക്വൽ ടു എന്ത് വരും? 4 × 3 12 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇതാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള മാർഗം. ഇനി അത് കണക്കും മുമ്പലത്തെ പോലെ തന്നെ ഫോർമുല വെച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും? ഓർ ഇട്ടിട്ട് ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിസ് ഒന്ന് പറയാം. അപ്പോൾ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 2 സ്റ്റെപ്പ് വരും കേട്ടോ. അതായത് നമ്മളൊന്ന് ആലോചിച്ച് ചെയ്യണം. നമ്മളുടെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ തന്നെ എന്താണ്? ഒരെണ്ണം 25 ഡിഗ്രി. അതേപോലെ അവർ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതല്ല, വേറെ സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി വരികയാണെങ്കിൽ എത്രയാണ് ലെങ്ത് ഓഫ് ദ ആർക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? ഇത് രണ്ടും ഒരേ സർക്കിളിൻ്റെ ഭാഗമാണ്. അപ്പോൾ രണ്ടിൻ്റെയും പെരിമീറ്റർ ഒന്ന് തന്നെയായിരിക്കുമല്ലോ. 75 സെൻട്രൽ ആംഗിൾ എടുത്താലും 25 സെൻട്രൽ ആംഗിൾ എടുത്താലും പെരിമീറ്റർ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ ആർക്ക് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. x/360 × പെരിമീറ്റർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പെരിമീറ്റർ കാണാം. P = എന്ത് വരും? L × ഇത് നേരെ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ നേരെ തിരിയും. 360/x വിച്ച് ഈസ് ഈക്വൽ ടു, ആദ്യത്തെ കേസിൽ നമുക്ക് എല്ലും എക്സും ഒക്കെ അറിയാം. അപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു എന്ത് വരും? ഇപ്പോൾ എല്ലിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 4 × 360/25. 60/25 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നമുക്കതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ 25 ഈ ആർക്ക് വെച്ച് നമ്മൾ പെരിമീറ്റർ കണ്ടു. ഇനി അതേപോലെ നമുക്ക് ഈ ആർക്ക് വെച്ചിട്ടും എന്ത് കാണാം? പെരിമീറ്റർ കാണാൻ പറ്റുമല്ലോ. രണ്ടിൻ്റെ പെരിമീറ്റർ ഒന്ന് തന്നെ, കാരണം ഒരേ സർക്കിളിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ആർക്ക് വെൻ സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 75 ആകുമ്പോൾ നമ്മുടെ പെരിമീറ്റർ എന്ത് വരുമെന്ന് നോക്കാം. P = അവിടെ എന്താ വരുന്നത്? L നമുക്ക് അറിയില്ല അവിടുത്തെ കേസിൽ. L × 360/x. അതിൽ എക്സ് നമുക്കറിയാം. L × 360/75. എല്ലാണ് നമുക്കറിയാത്തത്. ഇത് നോക്കിയാൽ P = 4 × 360/25. ഇവിടെ P = L × 360/75. ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും പെരിമീറ്റർ രണ്ടിൻ്റെ സെയിം ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ 1നെയും 2നെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്തുകൂടെ? മനസ്സിലാവുണ്ട് നമുക്കൊക്കെ? ഒരേ സർക്കിളിൻ്റെ തന്നെ വ്യത്യസ്ത സെൻട്രൽ ആംഗിൾ വെച്ച് പറഞ്ഞേക്കണം. പക്ഷെ നമുക്കറിയാം ഏത് സെൻട്രൽ ആംഗിൾ വെച്ച് പറഞ്ഞാലും സർക്കിളിൻ്റെ മൊത്തം ചുറ്റളവ് സെയിം തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്ത് വാല്യൂ തന്നെയാണോ അത് തന്നെയായിരിക്കും ഇതും വരാൻ പോണേ. അപ്പോൾ പെരിമീറ്റർ സെയിം ആയതുകൊണ്ട് നോക്കിയാൽ ഇവിടെയും P = ഇവിടെയും P = അതിൻ്റെ അർത്ഥം ഇവരെ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇക്വേറ്റിംഗ് 1 and 2. 1 and 2 ഇക്വേഷൻ 1ഉം 2ഉം കൂടി നമ്മൾ ഈക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 × 360/25 = L × 360/75. ഇക്വേഷനിൽ എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 360 രണ്ടിടത്തുനിന്നും പോയി. 10/25 = L/75. അങ്ങനെയാണെങ്കിൽ L = എന്നാക്കുമ്പോൾ ഈ 75 എങ്ങോട്ട് വരും? മുകളിലോട്ട് വരും അല്ലേ? 4/25 ഇവിടെ ഡിവിഷൻ ആയിരുന്നത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ദേ ഇതും തമ്മിൽ വെട്ടി നമുക്ക് 25 വെച്ച് 75നെ വെട്ടുമ്പോൾ എന്ത് കിട്ടും? 3. അപ്പോൾ 12 സെൻറ്റിമീറ്റർ. 4 × 3 12 സെൻറ്റിമീറ്റർ. അപ്പോൾ മെൻ്റൽ കാൽക്കുലേഷൻ യൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കാൽക്കുലേഷൻ യൂസ് ചെയ്തപ്പോൾ 25ഉം 75ഉം തമ്മിൽ നമ്മളുള്ള റിലേഷൻ നോക്കി. അപ്പോൾ 3 × 25 ആണ് 75 എന്ന് മനസ്സിലായി. അപ്പോൾ ആർക്ക് ലെങ്ത്തിനെ നമ്മൾ എന്ത് ചെയ്തു? അതേപോലെ തന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഫോർമുല വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്തത്? രണ്ട് സെൻട്രൽ ആംഗിളും ഒരേ സർക്കിളിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരുടെ പെരിമീറ്റർ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 ഇക്വേഷൻ കണ്ടു പെരിമീറ്ററിനെ. എന്നിട്ട് ഈ 2 ഇക്വേഷനും തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ L = എന്നാക്കി. L = എന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് വന്നപ്പോൾ 75ഉം 25ഉം വെട്ടിപ്പോയി എന്ത് തന്നെ കിട്ടി നമുക്ക്? 4 × 3 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. മനസ്സിലായോ നമുക്കൊക്കെ? ഇനി ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട്. ഈ ചോദ്യത്തിന് ഒരു പാർട്ട് കൂടി ഉണ്ടല്ലോ. എന്താണ് പറയണത്? ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ്
1.5 times the radius of the circle. What is the length of arc of central angle 75 degree? നമ്മൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് അവരെന്താ പറഞ്ഞേക്കുന്നത്, ആദ്യം സെൻട്രൽ ആംഗിൾ 75 ഉണ്ടായിരുന്നപ്പോൾ ആർക്ക് ലെങ്ത്ത് നമ്മൾ 12 സെൻറ്റിമീറ്റർ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇനി നേരത്തെ ഉണ്ടായിരുന്ന റേഡിയസ് എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ചോദ്യം ഇതാണ്, ആ റേഡിയസ് എത്ര തന്നെ ആയിക്കോട്ടെ അതിനെ നമ്മൾ 1.5 ടൈംസ് ഇരട്ടിപ്പിച്ച് കഴിഞ്ഞാൽ, 1.5 ഇരട്ടി കൂട്ടി, 1.5 ഇരട്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് കൂട്ടിക്കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത്തിന് എന്ത് സംഭവിക്കും? അപ്പോൾ സത്യം പറഞ്ഞാൽ അത് പറയുന്നതിന് മുമ്പ്, അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം മിസ് പറയാം. ഇവിടെ മിസ് ഒരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 3 കളറിൽ നമ്മൾ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും. ആദ്യത്തെ കുഞ്ഞിത് റെഡ്. റെഡ് സർക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ. റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം, 3 സർക്കിളിൻ്റെയും ഇവിടെ സെൻട്രൽ ആംഗിൾ ഒന്ന് തന്നെയാണ് വരുന്നത്. 120 എടുത്തു കഴിഞ്ഞപ്പോൾ 3 സർക്കിളിനെയും കട്ട് ചെയ്യുമ്പോഴും അത് 120 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ 120 ഡിഗ്രി സെൻട്രൽ ആംഗിളും റേഡിയസ് 3 സെൻറ്റിമീറ്ററും വരുന്ന ഒരു സർക്കിളിൻ്റെ ലെങ്ത് ഓഫ് ആർക്ക് എത്രയായിരിക്കും? അതായത് ഈ നീളം, ഈ ലെങ്ത് ഓഫ് ആർക്ക് എ ബി എന്നിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യണം. ആർക്ക് എ ബിയുടെ ലെങ്ത് എത്രയായിരിക്കും? അപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് എ ബി കണ്ടുപിടിക്കാം. ഫോർമുല എന്താണ്? x/360, അതായത് 120/360 ഇൻറ്റു 2π. r നമുക്കിവിടെ അറിയാം 3 ആണ്. നമ്മൾ ഇതും ക്യാൻസൽ ചെയ്തു. 12/36 എന്ന് വെച്ചാൽ 1/3 ആണ്, ഇൻറ്റു 2π ഇൻറ്റു 3. ഈ 3യും വെട്ടിപ്പോയി ആൻസർ എന്ത് വരും? 2π എന്ന് വന്നു. ഏത്? ആർക്ക് എ ബിയുടെ ലെങ്ത്ത് 2π ആണെന്ന് നമുക്ക് കിട്ടി. ഇനി അതേപോലെ നമ്മൾ രണ്ടാമത്തെ സർക്കിൾ, ഗ്രീൻ സർക്കിൾ മിസ് വരച്ചിരിക്കുന്നത്, ഗ്രീനിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്ററാണ്. 6 സെൻറ്റിമീറ്റർ റേഡിയസ് വരച്ചിരിക്കുന്ന ഈ ഗ്രീൻ സർക്കിളിൻ്റെ ഈ ആർക്കിനെ നമുക്ക് സി ഡി എന്ന് വിളിക്കാം. ഈ ആർക്ക് സി ഡിയുടെ ലെങ്ത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സി ഡി, ലെങ്ത് ഓഫ് ആർക്ക് സി ഡി ഈക്വൽ ടു ഇതുപോലെ തന്നെ. സെൻട്രൽ ആംഗിൾ മാറുന്നില്ല, ആര് മാത്രമേ മാറിയിട്ടുള്ളൂ? നമ്മുടെ റേഡിയസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ ക്യാൻസൽ ചെയ്ത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/3 ഇൻറ്റു 2π ഇൻറ്റു 6. ഇതും തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പം 2π ഇൻറ്റു 2, അതായത് എന്ത് വന്നു? 4π എന്ന് കിട്ടി. അടുത്ത മൂന്നാമത്തെ നമ്മുടെ സർക്കിൾ, ബ്രൗൺ കളറിലുള്ള സർക്കിൾ. ബ്രൗൺ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയണത്. ഈ കണക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയാലാണ് മനസ്സിലാവുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയണത്. അപ്പോൾ ബ്രൗൺ സർക്കിളിൻ്റെ ഈ ആർക്കിനെ നമ്മൾ EF എന്ന് വിളിച്ചു. ആർക്ക് EFൻ്റെ ലെങ്ത് എന്ത് വരുമെന്ന് നോക്കാം. EF എന്ന് പറയുന്ന ആർക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അതും ഇതേപോലെ സെൻട്രൽ ആംഗിൾ 3നും സെയിം തന്നെയാണ്. റേഡിയസ് മാറി, ആദ്യത്തത് 3 സെൻറ്റിമീറ്റർ, പിന്നത്തത് 6, പിന്നത്തത് 9 എടുത്താൽ വരച്ചേക്കണേ. അപ്പോൾ ഇൻറ്റു 9. അപ്പോൾ ഇതും വെട്ടിപ്പോയി. ഇതെന്ത് വരും നമുക്ക്? 1/3 ഇൻറ്റു 2π ഇൻറ്റു 9 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യാം, നമുക്ക് 3 ടൈംസ്. അപ്പോൾ എന്ത് വന്നു? 6π. ഇവിടെ നമ്മൾ കാണുന്ന പ്രത്യേകത എന്താ? ഈ 3 സർക്കിൾ എന്താ ചെയ്തത്? ആദ്യത്തെ സർക്കിളിൻ്റെ റേഡിയസ് 3 അതായിരുന്നപ്പോൾ ആൻസർ എന്ത് വന്നു? 2π എന്ന് വന്നു അല്ലേ. രണ്ടാമത്തത് വന്നപ്പോൾ എന്ത് ചെയ്തു? റേഡിയസ് ഇരട്ടിപ്പിച്ചു. 3 ആയിരുന്നത് എന്താക്കി? 6 ആക്കി റേഡിയസ്. 6 ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ആൻസറിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കിയേ. 2 ഇൻറ്റു റെഡിൻ്റെ എത്രയായിരുന്നു? 2π ആയിരുന്നത്, ഇവിടെ എന്തായി? 2 ഇൻറ്റു 2π. അപ്പോൾ റേഡിയസ് ഇരട്ടിപ്പിച്ചപ്പോൾ ആർക്കിൻ്റെ ലെങ്ത്തും എന്ത് സംഭവിച്ചു? ഡബിളായി. റേഡിയസ് ഡബിൾ ചെയ്തപ്പോൾ ആർക്ക് ലെങ്ത്തും ഡബിളാണെന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ എടുത്തേ. ഇവിടെ എടുത്തപ്പോൾ എന്തായി? 9 ആയിരുന്നു. അതായത് നമ്മുടെ ഈ റെഡ് സർക്കിളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ റേഡിയസ് എന്ത് സംഭവിച്ചു? 3 ടൈംസ് കൂടി. 3 സെൻറ്റിമീറ്ററിൻ്റെ 3 ടൈംസ് ചെയ്യുമ്പോഴല്ലേ 9 കിട്ടുന്നത്? 3 ഇൻറ്റു 3. അപ്പോൾ നമ്മളിവിടെ റേഡിയസ് ട്രിപ്പിൾ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? 3 ഇൻറ്റു 2π. നമ്മുടെ റെഡ് കളറിലുള്ള സർക്കിളിനെ കഴിഞ്ഞും 3 ടൈംസ് ആയിട്ട് മാറി ഇവിടെ ആർക്ക് ലെങ്ത്.
അതായത് മക്കൾ എന്താ ശ്രദ്ധിച്ചേ? വല്ല മനസ്സിലായാ? നമ്മൾ റേഡിയസ്, അതായത് സെൻട്രൽ ആംഗിൾ സെയിം ആണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. സെൻട്രൽ ആംഗിൾ ഒരേ സെൻട്രൽ ആംഗിളിലുള്ള വ്യത്യസ്തങ്ങളായ 3 ആർക്ക് ABCDEF. സെൻട്രൽ ആംഗിൾ 3 പേർക്കും സെയിം ആണ്, 120 ഡിഗ്രി. അവിടെ നമ്മൾ നോട്ട് ചെയ്ത കാര്യം എന്താണ്? റേഡിയസ് നമ്മൾ എന്ത് മാറ്റം വരുത്തിയോ, റേഡിയസ് ഡബിൾ ചെയ്തപ്പോൾ ലെങ്ത് ഓഫ് ദ ആർക്ക് ഡബിളായി, റേഡിയസ് ത്രിബിൾ ചെയ്തപ്പോൾ ലെങ്ത് ഓഫ് ദ ആർക്ക് ത്രിബിളായി. അതായത് റേഡിയസും ലെങ്ത് ഓഫ് ദ ആർക്കും മാത്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ. എങ്ങനെയാണെങ്കിൽ? സെൻട്രൽ ആംഗിൾ സെയിം ആണെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഫോർ എനി ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ x ഡിഗ്രി, ഒരേ സെൻട്രൽ ആംഗിൾ വരുന്ന ആർക്കുകൾക്കെല്ലാം ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആർ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ. ആർക്ക് ലെങ്ത്തും സർക്കിളിൻ്റെ റേഡിയസും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ എന്ന് വെച്ചാൽ എന്താ? ഒരേ തോതിലായിരിക്കും അവർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. ഒന്ന് ഇരട്ടിച്ചാൽ മറ്റത് ഇരട്ടിക്കും, ഒന്ന് പകുതിയായാൽ മറ്റതും പകുതിയാകും. ഓക്കെ, ഈ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരാൻ. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ്. ഫോർമുല ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയേ, അവിടെ എന്താ അവർ പറയുന്നത്? ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം കേട്ടോ. ഇത് മനസ്സിലായല്ലോ അല്ലേ മക്കൾക്ക്? ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്താ അവർ പറഞ്ഞേക്കുന്നത്? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സർക്കിള് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ഉള്ളതിൻ്റെ നമ്മൾ ആർക്ക് ലെങ്ത് 12 പൈ എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഈ റേഡിയസ് 1.5 ഇരട്ടിപ്പിച്ചാൽ, റേഡിയസ് 1.5 അവർ ഇരട്ടിപ്പിച്ച് കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത് ഇപ്പം നമ്മൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ എന്ത് സംഭവിക്കും? അതും 1.5 ഇരട്ടിക്കും. മനസ്സിലായോ? അപ്പോൾ ആ കൺസെപ്റ്റ്, ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വേറെ ഒരു ഫോർമുല ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതായത് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ആയിരുന്നപ്പോൾ നമ്മുടെ ലെങ്ത് ഓഫ് ദ ആർക്ക് എത്രയായിരുന്നു? 12 പൈ. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റേഡിയസ് ഈക്വൽ ടു എന്താക്കാൻ പോവാണ്? 1.5 ടൈംസ് ഒറിജിനൽ റേഡിയസ്. നേരത്തെ ഉണ്ടായിരുന്ന ന്യൂ റേഡിയസ് ഈക്വൽ ടു എന്താക്കാൻ പോവാണ്? 1.5 ടൈംസ് ഒറിജിനൽ റേഡിയസ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ആർക്ക് എന്താകും? ലെങ്ത് ഓഫ് ആർക്ക് ഈക്വൽ ടു 1.5 ടൈംസ് 12 പൈ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 1.5 ഇൻറ്റു 12 പൈ എന്ന് വരും. 1.5 നമുക്കറിയാലോ, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, ഇങ്ങനെ ഇട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിനെ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റും. അതായത് 1 ഇൻറ്റു 2 പ്ലസ് 1 3/2 ഇൻറ്റു 12 പൈ. ഇതും വെട്ടിപ്പോവും, 6 എന്നാകും. സോ ആൻസർ ഈസ് എന്ത് വന്നു? 18 പൈ. അപ്പോൾ റേഡിയസ് അവർ 1.5 ടൈംസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത്തും എന്താകും? 1.5 ടൈംസ് കൂടും. അപ്പോൾ 1.5 ടൈംസ് 12 പൈ എന്ന് വെച്ചാൽ 1.5 ഇൻറ്റു 12 പൈ. 1.5നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കുമ്പോൾ 3/2 ഇൻറ്റു 12 പൈ ചെയ്യാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 18 പൈ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതാണ് അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. From a bangle of radius 3 cm, a piece is to be cut out to make a ring of radius 0.5 cm. 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ബാങ്കിൾ, അത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ട് അത് വളച്ച് ഒരു 1/2 സെൻറ്റിമീറ്റർ 0.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള വേറൊരു കുഞ്ഞു മോതിരം ഉണ്ടാക്കാൻ പോവാം. എന്നിട്ട് എന്താ പറഞ്ഞേക്കണേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്തൊക്കെ കാണാനാണ് പറഞ്ഞേക്കണേ? വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ പീസ് ടു ബി കട്ട് ഔട്ട്. പീസ് 1/2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു മോതിരം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ സർക്കിളിൽ നിന്ന് നിങ്ങൾ എത്ര സെൻട്രൽ ആംഗിളുള്ള പീസായിരിക്കണം കട്ട് ചെയ്യുന്നത്? അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന ആ പീസിൻ്റെ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താ? The remaining part of the bangle was bent to make smaller bangle. What is its radius? എന്നിട്ട് മിച്ചം വന്ന കഷ്ണം ഉണ്ടല്ലോ, ഒരു കഷ്ണം കൊണ്ട് മോതിരം ഉണ്ടാക്കി, ബാക്കിയുള്ള ഒരു കഷ്ണം ഉണ്ടല്ലോ അത് വീണ്ടും വളച്ച് ബാങ്കിളാക്കാണ് എങ്കിൽ അപ്പോൾ ഉണ്ടാവണ പുതിയ ബാങ്കിളിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 2 സിമ്പിൾ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ അടുത്ത് ഇതുപോലുള്ളൊരു ബാങ്കിളാണെന്ന് വിചാരിക്കും, 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ബാങ്കിൾ. അതിൽ നിന്ന് ഒരു കുഞ്ഞു കഷ്ണം മുറിച്ചെടുത്തു. എത്രയുള്ള കഷ്ണമാണെന്ന് നമുക്കറിയില്ല, ഇതുപോലൊരു കഷ്ണം മുറിച്ചെടുത്തു എന്ന് വിചാരിക്കാം.
ഈ മുറിച്ചെടുത്ത കഷ്ണം എന്ത് ചെയ്തു, ഇതുപോലെ വളച്ച് അവരൊരു മോതിരം ഉണ്ടാക്കി. ഈ മോതിരത്തിൻ്റെ റേഡിയസ് അവർ തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? ഇതിൻ്റെ റേഡിയസ് 1/2 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ബാങ്കിളിൻ്റെ റേഡിയസ് അവർ തന്നിട്ടുണ്ട് അല്ലേ? ഈ ബാങ്കിളിൻ്റെ റേഡിയസ് അവർ എത്രയാണ് തന്നേക്കണേ? 3 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇതിൽ നിന്ന് ഈ സെൻട്രൽ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. നമുക്ക് ഈ റേഡിയസിൻ്റെ ആർക്കിൻ്റെ ലെങ്ത് അറിയാൻ പാടില്ല. എന്തോരം നീളമുള്ള പീസാണ് കട്ട് ചെയ്തതെന്ന് അറിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ആംഗിൾ പറയാൻ പറ്റുമായിരുന്നു. അപ്പോൾ എത്ര സെൻട്രൽ ആംഗിൾ ഉള്ള പീസാണ് കട്ട് ചെയ്തതെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം നമുക്ക് ഈ എൽ എന്താണെന്ന് അറിയണം അല്ലേ? ഈ ആർക്ക് ലെങ്ത് എത്രയാണെന്ന് അറിയണം. അപ്പോൾ അത് വളച്ചിട്ടാണ് ഇത് പെരിമീറ്റർ ആക്കി മാറ്റിയിരിക്കണേ. അപ്പോൾ നമ്മൾ ഈ എൽ എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത് ഓഫ് ദ ആർക്ക് അറിഞ്ഞാലാണ് ഒന്നാമത്തെ ചോദ്യം സെൻട്രൽ ആംഗിൾ കാണാനാണ്, അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നോക്കിയേ, ഈ കഷ്ണം എടുത്തിട്ടല്ലേ അവർ ഈ വളച്ച് മോതിരം ഉണ്ടാക്കിയത്. അപ്പം ഈ കഷ്ണത്തിൻ്റെ ലെങ്ത്ത് ഈ മോതിരത്തിൻ്റെ എന്തിനോടായിരിക്കും ഈക്വൽ ആകുക? ഈ ആർക്കിൻ്റെ ലെങ്ത്ത് ഈ മോതിരത്തിൻ്റെ എന്തിനോട് ഈക്വൽ ആകും? പെരിമീറ്ററിനോട് ഈക്വൽ ആകും അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ലെങ്ത് ഓഫ് ദ ആർക്ക്, ലെങ്ത് ഓഫ് ദ ആർക്ക്, നമുക്ക് ആർക്കിന് വേണേൽ പേര് കൊടുക്കാം, എ ബി എന്ന് പേര് കൊടുത്തു. ലെങ്ത് ഓഫ് ദ ആർക്ക് എ ബി ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആകും? പെരിമീറ്റർ ഓഫ് ദ റിംഗ്. പെരിമീറ്റർ ഓഫ് ദ റിംഗ് കാണാൻ നമുക്കറിയാലോ 2πr അല്ലേ ഫോർമുല. അതിൽ 2π ഇൻറ്റു റേഡിയസ് അവർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 1/2 എന്ന്. അപ്പോൾ റേഡിയസും കൊടുത്തു. അപ്പോൾ ഈ 2 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? π സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ ഓഫ് ദ റിംഗ്. അപ്പോൾ ഈ പെരിമീറ്റർ തന്നെയാണ് എന്ത് സംഭവിക്കാൻ പോണത്? ഇവിടെ ആർക്ക് ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ പൈ ആണ് ആർക്ക് ലെങ്ത് എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? സെൻട്രൽ ആംഗിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ലെങ്ത് ഓഫ് ദ ആർക്ക് സെൻട്രൽ ആംഗിളായിട്ട് ബന്ധിപ്പിക്കുന്ന ഫോർമുല ഇല്ലേ? എന്താണ് നമ്മുടെ ഫോർമുല? L = x/360 ഇൻറ്റു 2πr. ഇതിപ്പോൾ നമ്മൾ വലിയ സർക്കിളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആറൊക്കെ അതനുസരിച്ചിട്ട് എടുക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങോരെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആരെ? ഇങ്ങോരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടത്. L നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, പൈ. അപ്പോൾ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. പൈ നമുക്കറിയാം, പൈ = x ഡിഗ്രി/360 ഇൻറ്റു 2π ഇൻറ്റു ഇവിടുത്തെ ആറെന്ന് വെച്ചാൽ എന്താ? വലിയ സർക്കിളിൻ്റെ റേഡിയസ്, അത് എത്രയാണ്? 3. അതും കൊടുത്തു. അപ്പോൾ ആരാര് ക്യാൻസലായി പോവും? ഈ പൈ പോയി ഇവിടെ 1 വരും കേട്ടോ, അല്ലാണ്ട് 0 അല്ല വരാം, 1 വരും. ഇനി നമുക്ക് ആരെ കട്ട് ചെയ്യാം? ഇത് 2 × 3 6 അല്ലേ? ഈ 2 ഈ 3 6 കൊണ്ട് ഇതിനെ ചെയ്യുമ്പോൾ എന്ത് വരും? 60 എന്ന് വരും. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 1 = x ഡിഗ്രി/60 വിച്ച് ഇംപ്ലൈസ് സെൻട്രൽ ആംഗിൾ x = ഈ 60 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വന്നു? 60 ഡിഗ്രി എന്ന് വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? സെൻട്രൽ ആംഗിൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ വരുന്നത്? 60 ഡിഗ്രി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. 1/2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു റിങ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ 3 സെൻറ്റിമീറ്റർ ഉള്ള ഈ സർക്കിളിൽ നിന്ന് 60 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുന്ന ഒരു ആർക്ക് മുറിച്ചെടുക്കണം. ഓക്കെ, അങ്ങനെയുള്ളൊരു പീസ് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു റിങ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ബാക്കി ചോദ്യം. അങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പീസ് വന്നല്ലോ ബാക്കി. ആ പീസ് നിങ്ങളിപ്പോൾ ചേർത്ത് വെച്ചിട്ട്, അതായത് നമ്മുടെ സർക്കിളിൽ നിന്ന് 60 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു പീസ് പോയി. ബാക്കി ഇപ്പം ഇങ്ങനെയുള്ളൊരു പീസ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ ഇത് വളച്ചിട്ട് ഇതിനെ ഇങ്ങനെ വളച്ച് ചേർത്ത് ഒരു ബാംഗിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാം. ഇങ്ങനെ നിൽക്കുന്നതിനെ അവരെ യോജിപ്പിച്ച് ഒരു ബാംഗിൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പം ഇതിൽ നിന്ന് പൈ പോയിട്ടോ, പൈ ഭാഗം റിമൂവ് ആയി. ഈ പൈ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? മോതിരം ഉണ്ടാക്കിയത്. മോതിരം ഉണ്ടാക്കിയത് പോയി. ബാക്കി ഇനിയുള്ള കഷ്ണം എടുത്തിട്ടാണ് നമ്മൾ ഈ ബാംഗിൾ ചേർത്ത് കൂട്ടി ചേർക്കുമ്പോൾ പുതിയ ബാംഗിൾ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്തോരം ഉണ്ടെന്ന് അറിയണം അല്ലേ? ഈ ബാംഗിളിൻ്റെ റേഡിയസാണ് ചോദിച്ചേക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയ പുതിയ ബാംഗിളിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബാംഗിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം.
അപ്പോൾ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഈ ബാങ്കിളിൻ്റെ റേഡിയസ് എത്രയാ? R ഈക്വൽ ടു എത്രയാണ് അവർ തന്നിരുന്നത്? 3 അല്ലേ? ഈ 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഈ ബാങ്കിളിൽ നിന്ന് പൈ പോയിട്ടുണ്ട്. ബാക്കി മൊത്തം ലെങ്ത് ഉണ്ടല്ലോ ഇവിടെ. മനസ്സിലാവുന്നുണ്ട് മക്കൾക്ക്? ഈ വലിയ ബാങ്കിളിൻ്റെ റേഡിയസ് ഓഫ് ദ ബാങ്കിൾ, റേഡിയസ് ഓഫ് ദ ഒറിജിനൽ ബാങ്കിൾ ഈക്വൽ ടു എത്രയാണ് വന്ന് തന്നിരിക്കുന്ന ചോദ്യത്തിൽ? 3 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എത്രയായിരിക്കും? പെരിമീറ്റർ ഓഫ് ദ ഒറിജിനൽ ബാങ്കിൾ എത്ര വരും? ഈക്വൽ ടു 2πr വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 3 ദാറ്റ് ഈസ് 6π. 6π സെൻറ്റിമീറ്റർ ആണ് ഈ ഒറിജിനൽ ബാങ്കിളിൻ്റെ പെരിമീറ്റർ. അതിൽ നിന്ന് പൈ പോയി. പൈ നമ്മൾ മുറിച്ച് എന്ത് ചെയ്തു? റിങ് ഉണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ ബാക്കി ഇവിടെ എത്രയുള്ളൂ? റിമൈനിങ് പെരിമീറ്റർ എത്രയാണ്? ഇതെന്ത് വരും? 5π എന്ന് വരും അല്ലേ? 5π പ്ലസ് പൈ ചെയ്യുമ്പോഴല്ലേ 6π വരാം. അപ്പോൾ പൈ മുറിച്ച് നമ്മൾ റിങ് ഉണ്ടാക്കി. ബാക്കി 6π ആണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പം ഈ 6π ഉള്ള ബാങ്കിൾ വളച്ച് വയ്ക്കുമ്പോഴല്ലേ നമുക്കിവിടെ പുതിയ ബാങ്കിൾ കിട്ടിയത്. അപ്പോൾ പെരിമീറ്റർ ഓഫ് ന്യൂ ബാങ്കിൾ ഈക്വൽ ടു എന്ത് വരും? പെരിമീറ്റർ ഓഫ് ന്യൂ ബാങ്കിൾ ഈക്വൽ ടു 6π ഉണ്ടായിരുന്നു, അതിൽ നിന്ന് പൈ മുറിച്ച് കളഞ്ഞു നമ്മൾ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 5π സെൻറ്റിമീറ്റർ. പുതിയ ബാങ്കിളിൻ്റെ പെരിമീറ്റർ 5π ആണ്. നമ്മളോട് ചോദിച്ചിരിക്കണ പെരിമീറ്റർ അല്ല, റേഡിയസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പെരിമീറ്ററിൻ്റെ ഫോർമുല എന്താ? 2πr. 2πr ഈക്വൽ ടു 5π. അതിൽ നിന്ന് നമുക്ക് r ഈക്വൽ ടു എന്ത് കിട്ടും? ഈ പൈ ക്യാൻസൽ ആയിപ്പോയി അല്ലേ? r ഈക്വൽ ടു ഈ 2 ഇവിടുന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം എന്ത് വരും? 5/2. 5ൻ്റെ പകുതി എത്രയാണ്? 2.5 സെൻറ്റിമീറ്റർ. സോ റേഡിയസ് ഓഫ് ദ ന്യൂ ബാങ്കിൾ നമുക്ക് 2.5 സെൻറ്റിമീറ്ററിന് കിട്ടി. അതല്ലായിരുന്നോ നമ്മളോട് ചോദിച്ചത്? അപ്പോൾ 2 ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. റേഡിയസ് പൈ ഉള്ള ഒരു റിങ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ബാങ്കിളിൽ നിന്ന് 60 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു ആർക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് റിമൈനിങ് വന്ന വളച്ച് നമ്മളൊരു പുതിയ വള ഉണ്ടാക്കുകയാണെങ്കിൽ ആ പുതിയ വളയുടെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5π ആയിരിക്കും. ആ 5πയിൽ നിന്ന് നമ്മൾ 2πr പെരിമീറ്റർ കാണാനുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? റേഡിയസ് ഈക്വൽ ടു 2.5 സെൻറ്റിമീറ്ററിന് കണ്ടുപിടിച്ചു. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. സിമ്പിളായിട്ടുള്ളതാണ്. ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിപ്പിച്ചോ എന്നാണ് എൻ്റെ സംശയം. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ പ്രത്യേകം നന്ദി. താങ്ക് യു.